2027 ഗുജറാത്ത് ഞങ്ങൾ പിടിക്കും. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറയുന്നതാണ്. സ്വപ്നങ്ങളെല്ലാം അപ്രത്യക്ഷമാവുകയാണോ? അതെ, രാഹുൽ ഗാന്ധിയുടെ സ്വപ്നങ്ങൾക്ക് ഈ പഴയ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നത്തിൻ്റെ വില മാത്രമേ ഉള്ളൂ എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുക. കാരണം നമ്മുടെ കേരളത്തിൽ ആരും അറിഞ്ഞിട്ടില്ല, ഗുജറാത്തിൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പായിരുന്നു, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇന്നലെ കഴിഞ്ഞു, റിസൾട്ട് വന്നിട്ടുണ്ട്. ഒറ്റ പത്രത്തിൽ വാർത്തയില്ല. കാരണം ഗുജറാത്തിൽ ഇത്തവണ ഉണ്ടായിരിക്കുന്നത് കാവി സുനാമിയാണ്. അതായത് മഹാരാഷ്ട്ര, ഹരിയാന, ഡൽഹി, ജമ്മു കാശ്മീർ എല്ലാം കഴിഞ്ഞിട്ട് 4-5 ദിവസം മുമ്പ് ഛത്തീസ്ഗഡിലെ തെരഞ്ഞെടുപ്പ് വന്നിരുന്നു, ലോക്കൽ ബോഡി ഇലക്ഷൻ. ഇവിടെയൊക്കെ കോൺഗ്രസ് പാർട്ടി പച്ച തൊടുന്നില്ല. പച്ച തൊടാതെ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെത്തട്ടിലെ തെരഞ്ഞെടുപ്പാണ്. ഗ്രാസ് റൂട്ട് ലെവലിൽ സാധാരണ ജനങ്ങളുടെ മനോഭാവം അറിയാം. പിന്നെ വേണമെങ്കിൽ പറയാം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അതൊരു ന്യായീകരണത്തിന് വേണ്ടി പറയാവുന്നതാണ്. ആളുകൾ എങ്ങനെ രാഷ്ട്രീയമൊന്നും നോക്കാറില്ല, വ്യക്തിപരമായി വോട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് തടി തപ്പ. എന്നാൽ പോലും രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ അത് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ അടിസ്ഥാനത്തിലല്ല. ഉത്തർപ്രദേശിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നോൺ പൊളിറ്റിക്കലാണ്. ആളുകൾക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടാവും, പക്ഷെ രാഷ്ട്രീയ പാർട്ടികളല്ല കാമ്പയിൻ ചെയ്യുന്നത് എന്ന് പറയാറുണ്ട്. പക്ഷെ ഗുജറാത്തിൽ നടന്നത്, ഛത്തീസ്ഗഡിൽ നടന്നത് തികച്ചും രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ്. ഗുജറാത്തിലെ ആകെയുള്ള മുനിസിപ്പൽ വാർഡുകളിൽ 1402 സീറ്റുകൾ BJP കിട്ടി. കോൺഗ്രസിന് കിട്ടി എത്രയാണെന്നറിയാമോ? 260. മറ്റുള്ളവർക്കെല്ലാം കൂടി 236. ഈ മറ്റുള്ളവർ പലപ്പോഴും പലയിടത്തും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സ്വതന്ത്രന്മാരും ഒക്കെയാണ്. അവരൊക്കെ സ്വാഭാവികമായും BJPയുടെ മുന്നണിയുടെ ഭാഗമായിട്ട് മാറും. അതായത് ഏതാണ്ട് മുനിസിപ്പാലിറ്റികളെല്ലാം BJP തൂത്തുവാരി. ഇനി താലൂക്ക് പഞ്ചായത്തുകൾ, നമ്മുടെ ഇവിടെ ഉള്ളതുപോലെയുള്ള താലൂക്ക് പഞ്ചായത്തുകളുണ്ട്. അവിടെ താലൂക്ക് പഞ്ചായത്തുകളിൽ BJPക്ക് 55 താലൂക്ക് പഞ്ചായത്തുകൾ BJP ജയിച്ചപ്പോൾ കോൺഗ്രസിന് 17, മറ്റുള്ളവർക്ക് 6. ഇനി ആകെയുള്ള മുനിസിപ്പാലിറ്റികളിൽ 62 മുനിസിപ്പൽ ഭരണം BJP പിടിച്ചു. സമാജ്വാദി പാർട്ടിക്ക് 2, കോൺഗ്രസിന് 1, മറ്റുള്ളവർക്ക് 2. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ എല്ലാം മഹാഭൂരിപക്ഷം ഏതാണ്ട് ഒരു 80% ഗ്രാമപഞ്ചായത്തുകളും താലൂക്ക് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും BJP കൊണ്ടുപോയി. ഇതൊരു വലിയ വാർത്തയല്ലേ? കാരണം 2027 തെരഞ്ഞെടുപ്പാണ്, 2 വർഷം കൂടിയുള്ളൂ. ഗുജറാത്താണ്. ഗുജറാത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് BJPയെ ഇപ്പം തോപ്പിക്കും എന്നൊക്കെ ഭാവത്തിൽ നിന്നതാണ് കോൺഗ്രസ്. പിന്നെ പൊതുവിൽ കോൺഗ്രസ്സിന് മറ്റ് UPയൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടി സംഘടനാ ശേഷിയുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. പക്ഷേ ഗുജറാത്താണ് ഇന്ത്യയിലെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ലബോറട്ടറി, പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. എത്രയോ വർഷങ്ങളായി അല്ലേ തുടർച്ചയായി BJP ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടായി. 2027 ഈ ഹിന്ദുത്വയുടെ വീട്ടിൽ കയറി അടിക്കും എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല, വീട്ടിൽ കയറി അടിക്കുമെന്ന് നരേന്ദ്രമോദിയുടെ പ്രയോഗമാണ്. ഞാനത് ആലങ്കാരികമായി എടുത്തതാണ്. എന്താ തരത്തിൽ ഗുജറാത്തിൽ BJPയെ തോപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞ പപ്പുമോൻ ഒരു തെരഞ്ഞെടുപ്പ് കൂടെ തോറ്റിരിക്കുന്നു. ഗുജറാത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലാണ് ഇപ്പോൾ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ദയനീയമായി പരാജയപ്പെട്ടു. ഇനി ഛത്തീസ്ഗഡിലെ തെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലാണ് നടന്നത്. ഛത്തീസ്ഗഡിൽ മുനിസിപ്പൽ കൗൺസിലുകൾ 49 മുനിസിപ്പൽ കൗൺസിലുകളുണ്ട്. അതിൽ 35 നേടിയത് BJPയാണ്. തീർന്നില്ല, കോൺഗ്രസിന് കിട്ടി 8, ആം ആദ്മി പാർട്ടിക്ക് 1, സ്വതന്ത്രന് 1. അങ്ങനെ 49-ൽ 35 മുനിസിപ്പൽ കൗൺസിലുകൾ ഛത്തീസ്ഗഡിൽ BJP നേടി. 114 നഗരപഞ്ചായത്തുകളുണ്ട് ഛത്തീസ്ഗഡിൽ. അതിൽ 81 നഗരപഞ്ചായത്തുകളും BJP നേടി. കോൺഗ്രസിന് കിട്ടി 22, BSPക്ക് 1, സ്വതന്ത്രന്മാർക്ക് 1. അപ്പോൾ അവിടെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ പേര് ചോദിച്ചാൽ അങ്ങനെ ആർക്കൊന്നും അറിയില്ല. കാരണം അത്ര പോപ്പുലർ ഒന്നുമല്ല. ഒരു ചെറിയ സംസ്ഥാനത്തിൽ ഒരു ലോ പ്രൊഫൈലിൽ നിൽക്കുന്ന ആ സംസ്ഥാനത്ത് മാത്രം അറിയപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ പേര് വിഷ്ണു ദിയോ സായി എന്നാണ്. വിഷ്ണു ദിയോ സായി ഇത്തവണ ജനങ്ങളോട് പറഞ്ഞത്, കേന്ദ്രത്തിൽ BJP സർക്കാരുണ്ട്, സംസ്ഥാനത്തുമുണ്ട്, ഒരു കാര്യം ചെയ്യൂ, ഡബിൾ എഞ്ചിനല്ല ഒരു ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ജനങ്ങളെ നേരിട്ടത്. അതിന് ജനങ്ങൾ മറുപടി കൊടുത്തു. അതായത് തൂത്തുവാരി ഛത്തീസ്ഗഡ് ജയിച്ചു. ഛത്തീസ്ഗഡിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് ആ 10 മുനിസിപ്പൽ കോർപ്പറേഷനുകളുണ്ട്, 10 മേയർമാർ BJPക്കാണ്.
അതായത് റായ്പൂർ, ബിലാസ്പൂർ, ദുർഗ്, രാജേന്ദ്രഗോൺ, കോർബ, അംബികാപൂർ, ജഗൽപൂർ, റായ്ഗഡ്, ദാംതറി, ചിർമറി തുടങ്ങി 10 കോർപ്പറേഷനുകളും ബി ജെ പി നേടി. 10 മേയർമാരും ബി ജെ പിക്കാണ്. 25 നേരത്തെ പറഞ്ഞില്ല, 25 മുനിസിപ്പൽ കൗൺസിലുകളിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം. 81 നഗരപഞ്ചായത്തിൽ നമ്മൾ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തമാശ അവിടെ കാണുന്നത് 15 വർഷം ബി ജെ പിയുടെ മേയർ ഭരിച്ചിരുന്ന മുനിസിപ്പൽ കോർപ്പറേഷനാണ് റായ്പൂർ. റായ്പൂരിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മുൻ മേയറുടെ ഭാര്യ മുൻ മേയർ പ്രമോദ് ദുബെയുടെ ഭാര്യ ദീപ്തിയായിരുന്നു. അവിടെ മേയറെ നേരിട്ട് തിരഞ്ഞെടുക്കുക. നമ്മുടെ ഇവിടെ പോലെ കൗൺസിലർമാരെല്ലാം ചേർന്നിട്ട് മേയറെ തിരഞ്ഞെടുക്കുകയല്ല. ഈ പ്രമോദ് ദുബെയുടെ ഭാര്യ ദീപ്തി മത്സരിച്ചപ്പോൾ ദീപ്തിയെ പരാജയപ്പെടുത്തിയത് മീനൽ ചൗബെ എന്ന് പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയാണ്. എത്ര വോട്ടിന് തോൽപ്പിച്ചെന്നറിയാമോ? 1.5 ലക്ഷം വോട്ടിന്. അതായത് ഒരു അസംബ്ലി ഇലക്ഷനിൽ കിട്ടുന്ന വോട്ടിൻ്റെ മാർജിനിൽ, അല്ല അത്രയും വോട്ടൊക്കെ വരുന്ന ഒരു അസംബ്ലി ഇലക്ഷനാണ്, മാർജിനിൽ 15 വർഷം അവിടെ മേയറായിരുന്ന ആൾ മാറിയിട്ട് ഇത്തവണ വനിതാ സീറ്റായപ്പോൾ ഭാര്യയെ മത്സരിപ്പിച്ചപ്പോൾ ബി ജെ പി സീറ്റ് കൊണ്ടുപോയി. ഇനി റായ്ഗഡ് എന്ന് പറയുന്ന കോർപ്പറേഷൻ, അതൊരു വലിയ ചരിത്രമാണ്. നമ്മൾ ഈ മേയർമാരൊക്കെ ആയിട്ട് സാധാരണ വരുന്നതൊക്കെ വലിയ ഗടാഗടിയന്മാരായിട്ടുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലൊക്കെ പറയുമ്പോൾ പറയാം വലിയ ജമീന്ദാർമാരും ഭൂ ഉടമകളും ഒക്കെ ആയിരിക്കും വരിക എന്നുള്ളത്. പക്ഷേ റായ്ഗഡിൽ ബി ജെ പി ഇതോടെ മത്സരിപ്പിച്ചത് ഒരു ചായക്കച്ചവടക്കാരനെയാണ്. ബി ജെ പി വീണ്ടും രാഷ്ട്രീയത്തിൽ പരീക്ഷിച്ച ചായക്കച്ചവടക്കാരൻ ശ്രീവർദ്ധൻ ചൗഹാൻ ജാനകി കിട്യാജു എന്ന് പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ 36,365 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി റായ്ഗഡ് കോർപ്പറേഷൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി എടുക്കുന്നൊരു നിലപാടുണ്ടല്ലോ. സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ നിന്നുള്ള ആളുകൾ ജാതി നോക്കാറില്ല, മതം നോക്കാറില്ല. മതം നോക്കുമ്പോൾ അപ്പോൾ ചോദിക്കും, നിങ്ങൾ ഒറ്റ ആളെ മുസ്ലിമിനെ മന്ത്രിയാക്കിയോ എന്ന് ചോദിക്കും. സ്വാഭാവികമായി വരുന്ന ചോദ്യം എല്ലാവരും. ഞാൻ കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടിയുടെയോ വേറെ ആരുടെയോ പ്രസംഗം കേട്ടു. ഇന്ത്യ ഭരിക്കുന്ന ഭരണകക്ഷി ഒരു മുസ്ലിമിനെ പോലും മന്ത്രിയാക്കാത്ത പാർട്ടിയാണ്, മുസ്ലിങ്ങളെ അവഗണിക്കുകയാണ്. എങ്ങനെ മന്ത്രിയാക്കും? ആരെങ്കിലും ജയിച്ചു വരണ്ടേ? ഇവിടെ കേരളത്തിൽ തന്നെ സീറ്റ് കൊടുത്തില്ലേ? നിങ്ങൾ ആ പൊന്നാനിൽ അവിടെ മലപ്പുറത്തല്ലേ അദ്ദേഹത്തെ ജയിപ്പിച്ചിരുന്ന സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തെ ജയിപ്പിച്ചിരുന്നെങ്കിൽ മുസ്ലിം സമുദായത്തിന് ഉറപ്പായിട്ടും കേന്ദ്രമന്ത്രിസ്ഥാനം കിട്ടുമായിരുന്നു. ചെയ്തില്ല. എന്നിട്ട് മുസ്ലിങ്ങളെ ഭരണത്തിൽ പങ്കെടുപ്പിച്ചില്ല എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഭരണത്തിൽ പങ്കെടുപ്പിക്കുക? വിട്ടുകിടക്കുന്ന ഒരാളെ വന്നിട്ട് നീ നാളെ മന്ത്രിയാന്ന് പറയണോ? ബി ജെ പി സീറ്റ് കൊടുക്കുന്നുണ്ട്, മത്സരിപ്പിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളപ്പോൾ ബി ജെ പിയോടുള്ള വിരോധം പറഞ്ഞ് അവരെ തോൽപ്പിക്കും. എന്നാൽ ബി ജെ പി സർക്കാരിൽ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ മന്ത്രിയാവട്ടെ, അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ പറയാൻ ആ മന്ത്രിസഭയിൽ ഒരു ബർത്ത് കിട്ടട്ടെ എന്ന് വിചാരിക്കാറുണ്ടോ? അങ്ങനെ വിചാരിക്കാതെ ആ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചിട്ട് പറയാണ് കേന്ദ്രമന്ത്രിസഭയിൽ മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കാത്ത ഫാസിസ്റ്റ് ഭരണമാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ജാതി മത സാമുദായിക സാമ്പത്തിക പരിഗണനകൾ കൊടുക്കാതെ ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. അത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലാവട്ടെ, പഞ്ചായത്ത് ഇലക്ഷനിലാവട്ടെ, പാർലമെൻറ്റിലേക്കാവട്ടെ, നിയമസഭയിലേക്കാവട്ടെ, രാഷ്ട്രപതി സ്ഥാനത്തേക്കാവട്ടെ, അല്ലേ? അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് റായ്ഗഡ് മേയറായിട്ട് വന്നിരിക്കുന്ന ജിവർദ്ധൻ ചൗഹാൻ്റെ വിജയം ഏതായാലും ഒരു ചരിത്രമാണ്. ഒരിക്കൽ കൂടി അടിസ്ഥാന ജനവിഭാഗത്തിൽ വേണ്ടി വന്നാൽ നിങ്ങൾക്ക് ഇപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചായ്വാല എന്ന് വിളിച്ച് അപമാനിക്കാറുണ്ട്. അന്ന് നിങ്ങൾ അപമാനിച്ചപ്പോൾ നാട്ടിലെമ്പാടും ചായ് പേ ചർച്ച നടത്തിയാണ് ബി ജെ പി മറുപടി കൊടുത്തത്. ഒരു ചായക്കടക്കാരൻ കൂടി രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിൽ ഒരു മേയറായിട്ട് വരികയാണ്. ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് ഒന്നും തിരിഞ്ഞു നോക്കാനില്ല. എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും അടിത്തട്ടിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ബി ജെ പിയുടെ നില ഭദ്രമാകുന്നു എന്ന് ഉറപ്പിക്കുന്ന 2 തെരഞ്ഞെടുപ്പുകളാണ് ഛത്തീസ്ഗഡിലും ഗുജറാത്തിലും നടന്നത്. താഴെത്തട്ടിലുള്ള ജനങ്ങൾ ശരിക്കും ഈ പറയുന്ന ഇവരുമായിട്ട് ബന്ധപ്പെടുന്നവരാണ് എന്ന് തെളിയിക്കുകയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇതൊന്നും കേരളത്തിൽ വാർത്തയല്ല. സത്യത്തിൽ ഒരു ചെറിയ ഒരു കോളം വാർത്തയെങ്കിലും, ഒരു സിംഗിൾ കോളം വാർത്തയെങ്കിലും കൊടുക്കണ്ടേ? ഗുജറാത്തിൽ ബി ജെ പി തൂത്തുവാരി വിജയിച്ചു, ഛത്തീസ്ഗഡിൽ വിജയിച്ചു. കൊടുക്കൂല. കാരണം ഇവിടുത്തെ ഇപ്പോഴും രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമെന്ന് കരുതി ജീവിക്കുന്ന കുറേ കൂപകൊണ്ടുകളുണ്ട്. അവർക്ക് നിരാശയുണ്ടാക്കുന്ന വാർത്തകൾ കൊടുത്താൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് സഹിക്കില്ല. അതുകൊണ്ട് അവർ ഈ വാർത്തകൾ കൊടുക്കില്ല. അതുകൊണ്ട് ഛത്തീസ്ഗഡിലെയും ഗുജറാത്തിലെയും ബി ജെ പിയുടെ വിജയം മിന്നുന്ന വിജയമാണ്. ബി ജെ പിയെ 2027 അടുത്ത ഒരു 5-10 വർഷത്തേക്ക് അപ്രതിരോധ
നിലയിലാണ് ബി ജെ പി നിൽക്കുന്നത്. പരാജയപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ബി ജെ പി നിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് അത്ര പ്രധാനപ്പെട്ടതാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ABC മലയാളത്തിൽ 2 സംസ്ഥാനങ്ങളിലെ പഞ്ചായത്ത് ഇലക്ഷനെ കുറിച്ച് പറയുന്നത്? അതും പറയണം. കാരണം ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ മൂഡ് ഓഫ് ദ നേഷൻ എന്താണെന്ന് ആളുകൾ അറിയണ്ടേ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.